സൂപ്പർ ടേസ്റ്റിൽ കൊഞ്ചുതീയൽ ഉണ്ടാക്കിയാലോ. ഒരു പാത്രത്തിലേക്ക് അല്പം എണ്ണ ഒഴിച്ച് അതിലേക്ക് കൊച്ചുള്ളി, സവാള, മുളക്, തേങ്ങാക്കൊത്ത് ഇട്ട് നന്നായിട്ട് ഇളക്കി നന്നായിട്ട് വഴണ്ട് വരുന്നത് വരെ ആ സമയം കൊണ്ട് മറ്റൊരു പാത്രത്തിലേക്ക് കുറച്ച് തേങ്ങയും കുറച്ച് കറിവേപ്പിലയും കുറച്ച് എണ്ണ ഒഴിച്ച് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. കരിഞ്ഞു പോകാതെ ഇളക്കി മൂപ്പിച്ചെടുത്തതിന് ശേഷം അത് ചെറിയ ചൂടോടെ തന്നെ ഒന്നെങ്കിൽ മിക്സിയിലിട്ടോ അല്ലെങ്കിൽ കല്ലിലിട്ടോ നന്നായിട്ട് വെണ്ണ പോലെ അരച്ചെടുക്കുക. വെള്ളം ചേർക്കാതെ അരച്ചെടുത്തതിന് ശേഷം അന്നേരത്തേന് സവാള നല്ലതായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടണം, ഒരു 2 ടീസ്പൂൺ മുളക് പൊടി ഇടണം. അതിനുശേഷം ആവശ്യത്തിനുള്ള മല്ലിപ്പൊടി ഇട്ട് നന്നായിട്ട് വഴറ്റിയ ശേഷം നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരുന്ന തേങ്ങ അതിലേക്കിട്ട് നന്നായിട്ട് ഇളക്കി കുറച്ച് വെള്ളവും കൂടെ അത് കഴുകി ഒഴിക്കണം. നന്നായിട്ട് ഇളക്കിയ ശേഷം ഒരു നല്ല രീതിയിലുള്ള മിക്സാക്കിയ ശേഷം ഒരു കുറച്ച് പുളിയെടുത്ത് വെള്ളത്തിലിട്ട് അതിന് ചാറ് പിഴിഞ്ഞ് ഇടണം. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം അതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ച കൊഞ്ചിട്ട് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഇളക്കുക. ആവശ്യത്തിനുള്ള ഉപ്പുകൂടി ഇട്ട് കൊടുക്കണം. അതിൻ്റെ ഇടയ്ക്കൂടെ എല്ലാം നല്ല പാകത്തിനായിട്ടതിന് ശേഷം നമ്മൾ കുറച്ച് കറിവേപ്പില പോയി നമ്മൾ ഫ്രഷ് കറിവേപ്പില പോയി പറിച്ചുകൊണ്ട് വന്ന് അതിൻ്റെ മണ്ടയ്ക്ക് തൂവി അടച്ചു കൊടുക്കുക. അടച്ചൊരു കുറേ സമയം, ഒരു 10-20 മിനിറ്റ്, ഒരു അരമണിക്കൂർ ആകുമ്പോൾ നന്നായിട്ട് നല്ല ചെറു തീയിലിടണം. അന്നേരം നമ്മൾ കടുക് താളിച്ചതിലേക്ക് ഒഴിക്കും. നല്ല സൂപ്പർ ടേസ്റ്റി, വളരെ ടേസ്റ്റി ആയിട്ടുള്ള കൊഞ്ചുതീയൽ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.